ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ചിന്തമാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് സുഖസുന്ദരമായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, ഇന്ന് രാവിലെ തന്നെ തെറാപ്പി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി ഞാനും മെഷീനെല്ലാം കയറി 2-3 പേര് വന്നവർക്കൊക്കെ ചെയ്തൊക്കെ കൊടുത്തു. ഇനി നാളത്തെ കഴിഞ്ഞ് ഒരു മോള് വന്ന് ചാർജ് ചെയ്യിക്കും കേട്ടോ. അന്നേരം ഞാൻ ഫ്രീ ആകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാകും, പാടാം. നമ്മുടെ കാര്യങ്ങളൊന്നും അന്നേരം എല്ലാം പെൻഡിങ്ങായി പോകും. ഇപ്പോൾ ഇത്രയും ദിവസം ഇട്ട ഡ്രസ്സും കാര്യങ്ങളും നല്ല ഡ്രസ്സും എല്ലാം കഴിയാൻ കിടക്കും. അപ്പോൾ ഇനി നാളെയും കൂടെ ഞാൻ പോയി ഇതായി കഴിഞ്ഞാൽ പിന്നെ നാളെ കഴിഞ്ഞ് മുതൽ ആ മോള് വന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അപ്പോൾ ഞാൻ ഫ്രീ ആകും കേട്ടോ. അതുകൊണ്ട് ഇന്നും കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാം. എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന ട്രാവൽ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കണമല്ലോ. പിന്നെ ഇന്നിപ്പോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിയർത്തു. നമ്മൾ മെഷീനെ കിടക്കുമ്പോഴേ നമ്മൾ ഓൾറെഡി വിയർക്കും. അതിൻ്റെ കൂട്ടത്തിൽ വെയിലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ചെറുപ്പത്തേന് നന്നായിട്ട് വിയർത്തു. അന്നേരം ഞാൻ പിന്നെ പെട്ടെന്ന് കുളിച്ച് ഇട്ടൊക്കെ വരാൻ നിങ്ങളുടെ അടുത്തോടെന്ന് വിചാരിച്ചു കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സ്കൂട്ടിക്കുട്ടൻ അപ്പടി ചെടിയായിട്ടിരിക്കുക, അപ്പടി പൊടിയും ഇതെല്ലാം പിടിച്ചാൽ. എന്നാൽ ഇന്നലെ കഴിയണമെന്ന് വിചാരിച്ച് ഞാൻ കഴിയില്ല. ഇപ്പം ഇന്ന് കഴിയാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സൈഡിൽ കൊണ്ടുവച്ചാൽ. അപ്പം അവിടെ അനീഷ് അവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ടാണ്. എന്നാൽ ഇച്ചിരി അവിടെ കഴിഞ്ഞ് കഴിയാമെന്ന് വിചാരിച്ച് അവനെ അവിടെ വെച്ചേക്കാണ് കേട്ടോ. ഇനി അവനെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ പിള്ളേർ വന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ് ബീഫും മീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. മീൻകറി തന്നെയായിരുന്നു ചേട്ടായിക്ക്. അപ്പം ഭയങ്കര മടുപ്പാണ് മീൻകറി കൂട്ടാനായിട്ട്. അപ്പോൾ ചേട്ടായി ഇന്ന് നല്ല ബീഫൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമുക്ക് നല്ല സന്തോഷപ്രദമായിട്ട് ഇച്ചിരി അടിച്ച് പൊളിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ബീഫും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. കപ്പയും ഉണ്ട്. അപ്പം ബീഫും കപ്പയൊക്കെ വെക്കാൻ പോവാം. ചേട്ടായി വരുമ്പോഴത്തേനും അത് റെഡിയാക്കി വെക്കണം. പിന്നെ എന്നാ പറയുന്നത്, പിന്നെ മുറ്റത്ത് ഇച്ചിരി പണിയുണ്ട്. ഇന്ന് രാവിലെ മുറ്റം തൂക്കാതെയാണ് പോയത്. ഇന്ന് ഇച്ചിരി നേരത്തെ പോയായിരുന്നു. അപ്പം മുറ്റമൊക്കെ ഒന്ന് തൂക്കണം. വീടൊക്കെ കുറച്ചുണ്ട് ചൊഗ്ഗിയിട്ടുണ്ട് കേട്ടോ. കളയാതെ വിചാരിച്ചാൽ എടുത്ത് അല്ല കല്യാണിക്കുട്ടിക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അന്നേരം അവളെ കണ്ടില്ല. ഈ പെണ്ണിൻ്റെനും കുഴപ്പമില്ല കേട്ടോ. കണ്ടോ, അവളെ കൊണ്ടുപോയി കളയാം. പ്ലാസ്റ്റിക്കിനകത്ത് കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചോണ്ടോ വേസ്റ്റിനകത്തേ. വണ്ടി ഒന്ന് കഴുകാമെന്ന് ഓർത്ത് ഇറങ്ങി വന്നതാണ് കേട്ടോ. വണ്ടി ഞാൻ രാവിലെ അവിടെ കൊണ്ടുവച്ചതാണ്. അല്ല രാവിലെ അല്ല, സോറി, ഞാൻ വന്നപ്പോൾ. ഈശ്വരൻ ചേട്ടൻ മണ്ടേ വരെ വഴി സെറ്റാക്കി കേട്ടോ. സ്കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് കയറ്റിക്കൊണ്ട് പോകാൻ ഇപ്പം വന്ന് ഇറങ്ങിയെന്ന് പറയാം. ഉച്ചയ്ക്ക് കയറ്റിക്കൊണ്ട് പോയി സ്കൂട്ടി. അപ്പം അത് ഇടാനുള്ള സാധനമൊക്കെ ഇവിടെയായിരുന്നു, സെവ്രിയൻ്റെയൊക്കെ ഇവിടെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ അവനവൻ്റെ വിത്ത് കയറ്റാറായില്ലേ. എൻ്റെ ഓനെ കുറേ കഷ്ടപ്പെട്ടാണ് എന്നാ പറഞ്ഞാൽ ഈ വഴി അവരൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. എന്നാ പറഞ്ഞാലും സതീശൻ ചേട്ടൻ്റെത് പറയാതിരിക്കും. സതീശൻ ചേട്ടൻ ശരിക്കും ഒരു കുഞ്ഞുകുഴി കണ്ട അന്നേരം എവിടുന്നേലും മണ്ണും കല്ലും ഒക്കെ കൊണ്ടിട്ട് നിറച്ച് സെറ്റാക്കും. അങ്ങനെ ആയാലും നന്നായി. ഞാൻ ഇവനെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കട്ടെ. കല്യാണി മോളെയൊക്കെ കണ്ടിട്ട് 2-3-4 ദിവസമായി കേട്ടോ. കല്യാണീനെ ആരിനെയൊക്കെ കണ്ടിട്ട് 2-3 ദിവസമായി. ഞാൻ കളയാനായിട്ട് കൊണ്ടുവന്ന് ബലൂണ് ആണ്ടറൻകുട്ടനും ആടോണിക്കുമൊക്കെ കൊടുത്തേ. ഞാൻ സത്യത്തിൽ ആ വേസ്റ്റ് കൂടിനകത്ത് ഇടാമെന്ന് ഓർത്തുകൊണ്ട് കൊണ്ടുവന്നതാണ്. 2 പക്ഷേ കാറ്റ് പോയിട്ടില്ല. അന്നേരം സതീശൻ ചേട്ടൻ്റെ കൊടുത്തു. ഇപ്പോൾ ആണ്ടറൻ വന്നിട്ട് ആടോണി വന്നിട്ട് പറയാം എനിക്ക് വേറെ തരാം. ഞാൻ എൻ്റെ വണ്ടി കഴുകട്ടെ കേട്ടോ. കുട്ടപ്പനാക്കട്ടെ എൻ്റെ വണ്ടി. ഞാൻ അങ്ങോട്ട് കയറ്റി വെച്ചത് അവിടെ ഇവിടെ വെച്ച് കയറാമെന്ന് വിചാരിച്ചു. അയ്യോ, പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്താൽ ദേഹത്തൊക്കെ അപ്പി വെള്ളമാകും. അഴുക്കൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി പൊടിയൊക്കെ എൻ്റെ ഇതിൻ്റെ സീറ്റ് കവറൊക്കെ ഉണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ ദിവസമൊക്കെ ഇച്ചിരി പണി വന്നതു. ഇനി സതീശിൻ്റെ ഭയങ്കര സന്തോഷം കേട്ടോ. സതീശിൻ്റെ മുറ്റത്ത് വണ്ടി വന്നപ്പോഴേ വന്നിട്ട് പറയാം ഞാൻ വണ്ടി കൊണ്ടുപോയി നമ്മൾ അങ്ങോട്ട് വെക്കുന്നവർക്ക് ചെറിയ ഉണ്ടാവല്ലോ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലോ. ഷാമ്പു ഒന്നും ഇടുന്നില്ല, ചുമ്മാ ഇപ്പം വലിയ അടുത്തൊന്നുമില്ലല്ലോ. കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോഴേ ഇച്ചിരി അഴുക്ക് പോലെ എനിക്ക് തോന്നി. പൊടി പൊടിച്ചോടൊക്കെ തോന്നി. ഞങ്ങൾ കഴുകിയേക്കാന്ന് വിചാരിച്ചു. കഴുകി സുന്ദരക്കുട്ടനായിട്ടെ. ഇന്ന് ഞാനേ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോയെന്ന് ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ എനിക്ക് ഒരിത് തോന്നി, പാടൊക്കെ പോലെ. അപ്പോൾ ഞാൻ അവനെയൊക്കെ കഴുകി നല്ല സെറ്റാക്കി കുട്ടപ്പനാക്കി വെച്ചു. ഇനി മിറ്റം ഒന്ന് തൂക്കട്ടെ. ഉണ്ടോ മിറ്റം കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ചെപ്പ്. മിറ്റത്ത് അപ്പടി ചെളി പിടിച്ചു. ഇതേ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ വന്നില്ലായിരുന്നോ. അന്നേരം ചവിട്ടി കയറിട്ടേ അപ്പടി ചെളിയായി. പക്ഷേ അത് കഴിഞ്ഞ് മഴ പെയ്തതാണ്. പക്ഷേ എന്നാലും എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഒന്ന് കഴുകിവിടെ. ഒരു സന്ധ്യയാകുമ്പോഴത്തേനും ഒരു മൂടമഞ്ഞ് മാതിരി അല്ലേ. എന്നാൽ ഇച്ചിരി കോഴിക്ക് ഇച്ചിരി ചപ്പും കൂടെ പറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മിറ്റം നോക്കാം. ഇവിടെ നിന്നൊക്കെ ഇച്ചിരി ചപ്പ് പറിച്ചിട്ട് കൊടുക്കാം. തൂത്തു, കോഴിക്ക് തീറ്റയൊക്കെ കൊണ്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പുറത്ത് ചെടിക്കൂടെ വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ.
ചെടിക്കൊക്കെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒരുമാതിരി വാടി കുത്തി നിൽക്കുക. ഇനി മുറ്റമെല്ലാം ചെടിയെല്ലാം ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. കന്നച്ചെടിയെല്ലാം കളഞ്ഞ് ഒന്ന് നീറ്റാക്കണം. പിന്നെ പറമ്പിലെ കളയെല്ലാം ഒന്ന് കളഞ്ഞ് ആ കുടിയുടെ ചൂടിലൊക്കെ ഇച്ചിരി ചപ്പൊക്കെ ഇട്ട് ഇനി എല്ലാ ദിവസവും കൊടിക്കും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. സജി പറഞ്ഞ് അന്നേ കുറേ ദിവസം മുമ്പേ പറഞ്ഞ ആൻറ്റി കുടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഇനി 5-6 കുഞ്ഞു തൈ നട്ടതാ ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ നമുക്ക് വെന്ത് കുടിക്കാനുള്ളവരും കിട്ടത്തില്ലേ. അപ്പോൾ അവനും ഇനിയിപ്പോൾ നാളെയും കൂടെ ഒരു ദിവസം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പോകണ്ട. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ശരിയാക്കണം. ചെടിയും വേണ്ടാത്ത വനച്ചെടിയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നല്ല നീറ്റാക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടിക്ക് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം ഇതുണ്ട് വാടി കുത്തി നിൽക്കുന്നുണ്ട്. ഇതുണ്ട് ഇവനൊക്കെ വാടി. ഇന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിൽ കൊണ്ടാന്ന് തോന്നുന്നത്. എനിക്ക് ഇന്ന് ഇച്ചിരി തലവേദനയൊക്കെ. ഇപ്പോൾ വെയിലായിരുന്നു, നല്ല വെയിലായിരുന്നു. ചില ദിവസം ഭയങ്കര തണുപ്പ്, ചില ദിവസം ഭയങ്കര വെയിൽ. നമുക്ക് ശരീരത്തിന് പോലും പറ്റുന്നില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. ഉണ്ടോ അവിടെ പിന്നെ അവനും കണ്ണൻ്റെ അനിയും കുട്ടനും ആര്യൻകുട്ടനും കൂടെ കളിക്കുന്നു. ആര്യൻകുട്ടനൊക്കെ കണ്ടിട്ട് 2-3 ദിവസമായി. ഇപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു എന്തി ആര്യനും കല്യാണിന്ന്. കല്യാണി വന്നിട്ടില്ല സ്കൂളിൽ നിന്ന് ഇതുവരെ. അവരുടെ അമ്മയുടെ കടയിൽ വന്നിരിക്കും, അവരുടെ അടുത്ത് വന്നിരിക്കുമായിരിക്കും. 2-3 ദിവസമായി ഞാൻ കണ്ടിട്ടിപ്പം. അപ്പോൾ ഞാൻ ഇന്നൊക്കെ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. കണ്ടോ ഒഴിച്ച് കൊടുക്കട്ടെ. താഴത്ത് നമ്മുടെ റംബൂട്ടാനും ഒക്കെ ഇച്ചിരി ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ ചതുരപ്പയറിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞെന്ന് തോന്നി. ഇനി അതെല്ലാം വെട്ടിക്കളയണം. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഒന്ന് മണ്ടയിലോട്ട് നോക്കിയതാണ്. ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ ഒരു വശത്ത് ഒരു സ്റ്റാർ. അത് ഉണക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇപ്പുറത്ത് വശത്തും ആ സെയിം സ്ഥലത്ത് തന്നെ ഒരു സ്റ്റാർ. അപ്പം ഞാൻ മിക്ക ദിവസവും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത് കാണുമേ. അപ്പോൾ എൻ്റെ മനസ്സിലെ ഇത് എന്നാണെന്നറിയോ, ഒരെണ്ണം എൻ്റെ ചാച്ചനും ഒരെണ്ണം എൻ്റെ മോനായി എന്നതിയോ ഒരു കാക്ക പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കാവലായിട്ട് മരിച്ചവർ സ്വർഗത്തിൽ സ്റ്റാറായിട്ടിരിക്കും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടും കഥ കേട്ടിട്ടൊക്കെ ഇല്ലേ. നമ്മുടെ വെല്ലുമ്മച്ചിയും വെൽച്ചാച്ചനും ഒക്കെ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ബീഫ് കറി വെച്ചിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തെ ഇവിടെ മുമ്പ് ഒരു കുട്ടിത്തക്കാളി നിൽക്കുന്നുണ്ടായിരുന്നു. അതും ശകലം ചീരയും കൂടെ കുറച്ച് ഒരു കുഞ്ഞു തോരനുള്ള മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയെന്നാ കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോയുടെ ബാക്കിയായിട്ട് തന്നെ ഇച്ചിരി വീഡിയോയും വേണ്ടേ, എനിക്ക് എന്തെങ്കിലും വേണ്ടേ. നമ്മുടെ സ്വന്തം കണ്ടൻ്റല്ലേ നല്ലത് അല്ലേ. ഇത് കണ്ടോ, ഈ ചീര ഞാനുണ്ടല്ലോ, നല്ല ചീരയാണ്. അത് ഞാൻ പറിക്കാതെ എന്നെ നിർത്തി. എന്നത്തിനാണെന്നറിയോ, നമുക്ക് അരി വീണ് നിറച്ച് കിളിക്കട്ടെ എന്നുള്ളത്. പക്ഷേ അരിയില്ലാത്ത ഏതെങ്കിലും 1-2 തണ്ടും ഒക്കെ വെട്ടി എടുക്കാം നമുക്ക്. പിന്നെ ഞാൻ നിങ്ങളെ കുട്ടിത്തക്കാളി കാണിച്ചു തരാവേ. ഇന്ന് രാവിലെ കുട്ടിത്തക്കാളി ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ സജി പറഞ്ഞായിരുന്നു, സിന്ധു ആൻറ്റി അത് കളയരുത് കേട്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പഴവും തിന്നാൻ നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. ഇത് കണ്ടോ കുട്ടിത്തക്കാളി ഇങ്ങനെ. അപ്പോൾ ഇവൻ്റെ ഇലയും ഒക്കെ കൂടി എടുത്തിട്ട് പിന്നെ വേണേൽ മത്തയുടെ ഒരു തണ്ടിങ്ങനെ കിളുത്തിട്ട് വരുന്നുണ്ട്. അവന് നമുക്ക് ഇച്ചിരി കണ്ടിച്ചെടുക്കാമെങ്കിൽ പിന്നെ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കിളുത്തോളും. അപ്പോൾ അവന് ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇതേ മത്തേല. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിത്തക്കാളി എന്ന് പറയും നമ്മുടെ ഇവിടെ കേട്ടോ. കുട്ടിത്തക്കാളി, കാട്ടുതക്കാളി, കുട്ടിത്തക്കാളി എന്നൊക്കെ പറയും അത്. പിന്നെ ഇത് കറിവേപ്പില ചീര. പിന്നെ നമ്മുടെ സാദാ പച്ചച്ചീര. ഇതെന്തേലും ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഓർക്കത്തില്ല, പക്ഷേ എല്ലാം പോയി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നീന്ന് കിളുത്തൊക്കെ വരണം. ഇതെന്നാന്ന് ചോദിച്ചാൽ മത്തയില. ഒരു മത്തക്കൂമ്പ് കൂടി ഞാൻ കണ്ടിച്ചെടുത്തതാണ്. അത് പൊട്ടി മുളച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത്രയും ബീൻസും കിട്ടി കേട്ടോ. ഞാൻ ഇത് മാത്രം പറിച്ച് വേഗം കയറി വരാൻ വേണ്ടി പോയതാ. കറണ്ട് പോയി. ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. അപ്പം ഞാൻ പോയി എല്ലാം കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവന്നു. എന്നതറിയാം, അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ബീൻസും കിട്ടി. നാളത്തേനുള്ള മെഴുക്കുവരട്ടിക്കുള്ള ബീൻസ് കിട്ടി. ഈ ബീൻസ് മെഴുക്കുവരട്ടി ചേട്ടായിക്കും വിഷ്ണുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് ഒത്തിരി വലുതൊന്നുമല്ല നമ്മുടെ ഇവിടെ ഉണ്ടായത്. എന്നാന്നറിയാം, നമ്മുടെ ഇവിടുത്തെ വളത്തിൻ്റെ കുറവുകൊണ്ടാണ്. കുട്ടാരോടെ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ? അവർ എപ്പോഴും ആടിൻ്റെ കാട്ടവും ചാണകവും അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല വളമാണ്. നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇടണമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബീൻസൊക്കെ ഇങ്ങനെ കുഞ്ഞിക്കാ ബീൻസായി പോയത് കേട്ടോ. എന്നാലും ഒരു മെഴുക്കുവരട്ടി 3-4-5 പ്രാവശ്യം നമ്മൾ ഇതിലും ഇച്ചിരി കൂടെ കൂടുതലേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞു പോയത്. പിന്നെ ഞാൻ വിത്തിരി ഒരു 2-3 ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു വളവും ഇടാതാണേലും നമ്മൾ നട്ടു വെച്ചിട്ട് ഇത്രയും കിട്ടിയില്ലേ,
ആ ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണുവിനും ചേട്ടായിക്കും മെഴുക്ക് പറ്റുകയാണെങ്കിൽ കൊടുത്താൽ. അപ്പം ഇനി അവനെ നാളെ വെക്കാം. ചീര എടുത്ത് വെച്ച് ഇനി അത് ഇതാകത്തില്ല. അവനെ അരിഞ്ഞ് തോരൻ വെക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ തൊണ്ടയുടെ ഇച്ചിരി പൂട്ടിയിരിക്കുമെന്ന്. അപ്പോൾ കുട്ടിത്തക്കാളി കഴിച്ചാൽ പെട്ടെന്ന് മാറും. പെട്ടെന്ന് കരിയും, മുറിവ് കരിയും. അപ്പം ഞാൻ സാധാരണ ഒരുമാതിരിപ്പെട്ട ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചീരത്തോടൊക്കെ വെച്ചോണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ചീര ഇല്ലാണ്ടായിപ്പോയി. അത്ര ഇതേപോലൊക്കെ ആയിട്ടില്ല, ഇത്ര ഇല്ലാണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചേച്ചിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അല്ല വിളിക്കുമല്ലോ, സോറി, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിന്ധു എൻ്റെ എന്നാണ്ടാ കാണിച്ചു പോയടാ ഇച്ചിരി പൊട്ടിയിരിക്കുക. അപ്പോൾ നിനക്കും അതപ്പോൾ എനിക്കും അതല്ലോ അത് കേട്ടോ. അപ്പോൾ എന്നിട്ട് എനിക്ക് കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തന്നു. തൈര്, പുളിയുള്ള തൈര് ഇങ്ങനെ വായിൽ കുറേ സമയം വെച്ചിട്ട് ഇത് ഗാർഗിൾ ചെയ്ത് കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഞാൻ തൈര് കൂട്ടിയിട്ടും കുറച്ച് ദിവസമായി. ഇത് എന്തോ കടിക്കുന്നത് അങ്ങനെ കണ്ട. എന്തായാലും ഇപ്പോൾ കുട്ടിത്തക്കാളി കഴിക്കുന്നത് നാളെ ആകുമ്പോഴത്തേനും ഓക്കെ ആവും ചേച്ചി. അപ്പം ഞാൻ ഇവനൊന്ന് അരിഞ്ഞ് തോരനൊക്കെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടത്തി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വിശേഷമൊക്കെ കൊണ്ട് ആയിക്കൊണ്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്നാ പറഞ്ഞാൽ ഇച്ചിരി ഉള്ളതിൽ നമ്മുടെ സന്തോഷ കാര്യങ്ങളും നമ്മുടെ കറിവയും നമ്മുടെ കഞ്ഞിവയും നമ്മുടെ സവോള വെട്ടിയരിച്ചിലും ഒക്കെ പോരെ, അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹാപ്പി ആയിട്ട് നമ്മൾ സന്തോഷത്തോടെ മുമ്പോട്ട് വന്നു വിചാരിച്ചു. പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനായിട്ട്, നാളെ മുതൽ നമ്മുടെ കണ്ണൻ്റെ തെറാപ്പി സെൻറ്ററിൽ ഒരു കൊച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ആയപ്പോൾ 11 ദിവസമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ലേഖ ചേച്ചിയുടെ അവിടെയും ഇപ്പോൾ കണ്ണൻ്റെ അവിടെയും കൂടെ ആയപ്പോൾ 11 ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു 5 ദിവസമാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ഞാൻ ഇനിയിപ്പോൾ നാളെ മുതൽ പോകുന്നില്ല. എന്നാണെന്നറിയോ, 3-4 ദിവസം അടുപ്പിച്ച് രാവിലെ ഇറങ്ങിപ്പോക്ക് കാരണം വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഇച്ചിരി ഇതായിരുന്നു. കുറച്ച് അത്യാവശ്യം അലക്കാനും പിന്നെ പെരയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വിളക്കൊക്കെ കത്തിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ നാളെ തൂത്ത് തുടച്ച് വിളക്കൊക്കെ കത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ശ്യാമ ചേച്ചിയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നാളെ വരത്തില്ല, കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കയറി കിടന്നു, അതാ നല്ലതെന്നൊക്കെ ചേച്ചിയും പറഞ്ഞു. പക്ഷെ ഞാൻ നാളെ മുതൽ പോകുന്നിരുന്നു വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ അടുത്ത ആഴ്ച തൊഴിലുറപ്പും കാണും. അന്നത്തേനും എല്ലാം ഇങ്ങനെ തല്ലിയിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ കുറേ തുണി തേക്കാനുണ്ട്, കുറേ തുണി അലക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊരു 2-3 ദിവസം കൊണ്ട് എനിക്കെല്ലാം ഒന്ന് ഒരു ഇങ്ങനെ പറഞ്ഞത് നല്ല ഓർഡർ അനുസരിച്ച് ആക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊഴിലുറപ്പ് കിട്ടിയാൽ പോകാമല്ലോ, അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ നമ്മുടെ ഹാപ്പി വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ ഒത്തുകൂടുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ സന്തോഷത്തോടെ. ചേച്ചി ഇന്നലെ കോട്ടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി പറ്റുവാണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഇനി ഞാൻ വരാടി നോക്കട്ടേടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും, അറിയത്തില്ല. എന്തായാലും ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടേടി ഇനി പറ്റുമ്പോൾ എല്ലാ ബസ്സൊക്കെ ഇറങ്ങി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കൂടപ്പുറപ്പുകളൊക്കെ നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, അതൊക്കെയാണ് ഒരു ബലം. കൂടപ്പിറപ്പിൻ്റെ ബലവും ഒക്കെ അത് നമുക്ക് ഒരിക്കലും വേറൊരാളോട് പോയി ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളുടെ ബലം പോണക്ക് വേറെ ഏതെങ്കിലും ബലം അങ്ങനെ ഇതാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരേ ചോരയുടെ അത്ര ഇത് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഒരു ഇത് വെച്ച് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികിട്ടിയും മഴക്കും അലമ്പും ഒക്കെ ഉണ്ടാക്കും, അതൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷെ ഞങ്ങളെല്ലാം കൂടുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇന്നലെ കുടന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെടി അടുത്ത മാസം വരാൻ പറ്റുവാണെങ്കിൽ വരാം, ആഴ്ച വന്നാലോടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ആരോഗ്യപരമായിട്ട് എല്ലായിടത്തും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റട്ടെ. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രസംഗമാണോ നമ്മുടെ സ്കൂളിലൊക്കെ ഇത് പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുമ്പോഴത്തേനും പറയില്ലേ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു, ഇതോടുകൂടി എൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് നിർത്താൻ പോകുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്നെൻ്റെ യൂട്യൂബിൻ്റെ ഫോൺ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നും നോക്കിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് വാട്സപ്പ് എന്താ ഇതായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ കണ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയി ശരിയായി കൊണ്ടുവന്നത് സത്യം. അതിന് ഇന്ന് ഞാൻ അന്നേരം വാട്സപ്പൊക്കെ ഒന്ന് ഫുള്ള് നോക്കിയേ. അപ്പോഴത്തേനും കുറേ അധികം മെസ്സേജുകളൊക്കെ ഇട്ടുണ്ട്. ഒത്തിരി മെസ്സേജ് നിറഞ്ഞു കിടക്കുക. എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് വന്ന ഒരു 3-4 എണ്ണം ഞാൻ ഇടപെടാന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് അതിനകത്തിട്ടിരുന്ന കൂടുതലും 3-4 എണ്ണം ചോദിച്ചിരുന്നു സിന്ധുമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. അതൊരു സിന്ധുമ്മയുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. സിന്ധുമ്മനെ ഒത്തിരി പേര് മാതാവിൻ്റെ ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്നായിരുന്നു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല, അവർക്കൊക്കെ ഉള്ളതൊക്കെ വഴിയെ കിട്ടിക്കോളും, സിന്ധുമ്മ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഭയങ്കരമായിട്ട് വന്നിടുന്നൊരു ഓട്ടോ കിടന്ന് ഓണടിച്ച് ഞാൻ എന്നാന്ന് ഓർത്തു പേടിച്ചു പോയി. ഭയങ്കരമായിട്ട് ഓണടിക്കുന്നു.
അവരെ ആരാണ്ടേ വിളിക്കാനായിട്ട് കണ്ട് വന്നാന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനിടെ ഞാനോടത്ത് എന്നാ കളിയുന്നത്. ഞാനോടത്ത് നമ്മുടെ ഇവിടെ വന്നിട്ട് ഫോൺ അടിച്ചു പോലെ ഭയങ്കര സൗണ്ട്. അവിടെ എങ്ങാണ്ട് എന്തോ ആവശ്യത്തിന് വന്നതാണ്. അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ ഞാനെങ്ങനെ ഈ ചിരിച്ച് സന്തോഷം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ മാതാവ് തന്നെയാണ്. ആര് മാതാവമ്മേനെ കളിയാക്കി എന്ന് പറഞ്ഞാലും ഞാൻ പിന്നെ എൻ്റെ ഈ കഴുത്തേൽ ഞാൻ ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. ഞാൻ ലോകത്ത് ഈ തെറ്റും കുറ്റവും ഇല്ലാത്ത സ്ത്രീയെന്ന് ഞാൻ ഒരിക്കലും ലോകത്ത് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒക്കെ മനുഷ്യരല്ലേ, തെറ്റും കുറ്റവും ഇല്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ കുഞ്ഞു തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ മറന്ന് പുറത്ത് എന്നോട് ക്ഷമിക്കാനായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഈ മാതാവ്. ഞാൻ ചങ്കോടി ചേർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ മാതാവിനെ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സന്തോഷിച്ചിരിച്ച് നിൽക്കാനായിട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു കാരണം എന്നാന്ന് പറയട്ടെ, നമ്മളെ തളർത്താൻ നോക്കുന്നവരുടെ ഉണ്ടല്ലോ നമ്മൾ അവോയ്ഡ് ചെയ്തേക്കുക, വിട്ട് കളഞ്ഞേക്കുക. നമ്മൾ ശ്രദ്ധിക്കാൻ പോലും പോരുത്. കാരണം നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു, അവരെ വീണ്ടും നമുക്ക് വേണം അങ്ങനെയുള്ള ഒരു ഇത് വെച്ച് കഴിയുമ്പോഴല്ലോ പിന്നെ നമ്മുടെ തലക്കെറിയുന്ന ചെവി അടിച്ച് പറിക്കാൻ നോക്കുക. അതിൽ ഭേദം അപ്പം നമ്മൾ എന്നാ ചെയ്യണം, അവോയ്ഡ് ചെയ്തേക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. നമ്മളെ തളർത്തി നമ്മളെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരെ പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചേക്കുക, കണ്ടില്ലെന്ന് വെച്ചേക്കുക. അപ്പം ഈ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തന്നെ നാശം വരത്തുള്ളൂ. കാരണം അവർ നമ്മളെ എങ്ങനെ എന്നാ പറയണം, എന്ത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയാണോ എന്ന് ആലോചിച്ച് അവരുടെ മനസ്സിനെ വ്രണമാക്കും. അപ്പോൾ അവർ തന്നെ അസുഖങ്ങളും കാര്യങ്ങളും മനസ്സിന് സന്തോഷമില്ലാത്തയും ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് അവർ തന്നെ പോയിക്കോളും. നമ്മളെന്ത് ചെയ്യണം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്നുള്ളത് അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വരാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ദൈവത്തിന് ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തല കുനിച്ച് തന്നെ നിൽക്കുക, നമ്മുടെ കാരണവന്മാരുടെ മുമ്പിലും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് ചെയ്ത് നമ്മളൊക്കെ ഒരു എന്താ പറയുക നന്മ ചെയ്യുന്നവരെ നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ തീച്ചൂളയ്ക്ക് അന്ന് വറയട്ടിയിലോട്ട് എടുത്തിടുന്ന മാതിരിയുള്ള ഇതായിരുന്നു ഒരു 2 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഏതോ ഒരു രൂപത്തിലൊക്കെ ഓരോരുത്തരുടെയും രൂപത്തിലും ഭാവത്തിലും എനിക്ക് കുറേ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരെ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മിനി സെബാസ്റ്റ്യനെ കിട്ടി. അങ്ങനെ കുറേ പിള്ളേർ സെറ്റ് യൂട്യൂബേഴ്സിനെ കിട്ടി. അങ്ങനെ ഒത്തിരി പേരെ എനിക്ക് ദൈവം തന്നു. അതെന്നാന്നറിയോ, നന്മ നമ്മുടെ കയ്യിൽ തെറ്റില്ല, നന്മ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. തെറ്റും കുറ്റവും ഇല്ലാത്തവരാരും ഇല്ലെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലൊരു കുഞ്ഞു നന്മയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ദൈവം കുറേ ആൾക്കാരെ ഒരുക്കും. കാരണം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു പ്രായം മുതലേ ഒരു 10-18 വയസ്സായപ്പോൾ മുതലേ ഞാൻ ഒരു ഇതിനും പോകാതെ കൊണ്ട് എന്നെ പറ്റുന്ന കുഞ്ഞു സഹായങ്ങളോ ആർക്കാണെങ്കിലും എനിക്ക് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ, എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച്. അപ്പം അതൊക്കെ കാണുന്നതല്ലേ ദൈവത്തിൻ്റെ കണ്ണ് എന്തേലും മറിഞ്ഞാണോ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പം നമ്മളെ എപ്പോഴേലും അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഒരു വിഷമ സമയത്ത് ദൈവം എനിക്ക് വേണ്ടിയിട്ട് കുറേ എൻ്റെ ചുറ്റിനും കുറേ സ്നേഹമുള്ള ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ എന്നാ ചെയ്യുന്നറിയോ, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതിനകത്ത് ഒന്നാമതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് മിനി സെബാസ്റ്റ്യനൊക്കെ. അപ്പം അങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ എന്താ പറയുന്നത് തള്ളിക്കളയാത്തവരെ, നമ്മളെ ശകലമെങ്കിലും ഒരു കരുണയോടെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മളെ ദ്രോഹിക്കുന്നവരെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചിരിച്ച് സന്തോഷിക്കാൻ പറ്റും കേട്ടോ. ആ 2-3 കമൻസിലുള്ള റിപ്ലൈ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഓരോ പീഡയും വേദനയും ജീവിതമല്ലേ, ദുരിതവും ദുഃഖവും വിഷമവും ഓരോ രീതിയിൽ വരും, പല രൂപത്തിൽ വരും. ചിലപ്പം രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പം കടബാധ്യതയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ അല്ലാതെ മറ്റുള്ളവരുടെ ദ്രോഹം മൂലമായിരിക്കാം. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കണം. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ കരയുകയും പറക്കുകയും ചെയ്യാതെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്ക് തിരുവല്ലയിൽ ഒരു സുച്ചേച്ചി ഉണ്ട് കേട്ടോ. എനിക്ക് അത്രയും നമ്മളെ ചങ്കോട് ചേർത്ത് വെക്കുന്ന ഒരു ചേച്ചിയാണ്, സ്നേഹത്തോടെ ചേർത്ത് വെക്കുന്ന ചേച്ചിയാണ്. ആ ചേച്ചി നമുക്ക് പിന്നെ ഒന്നെങ്കിൽ ബൈബിൾ വാക്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ഈശോയുടെ പാട്ടുകൾ, അങ്ങനെ നല്ല അച്ഛന്മാരുടെ ടോക്ക്, അങ്ങനെ റോസ് മോള്, ദേവന, പിന്നെ എന്താ പറയുന്നത്
ഈ സുച്ചേച്ചി, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചീനെ കുറച്ച് ഒരു ഇതൊക്കെ ചെയ്തൊരു ചേച്ചി. ആ ചേച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല. മെൻ്റലി അതിനെ കുറേ നമ്മുടെ ഇതിൽ ഹറാസ്മെൻറ്റ് ചെയ്ത ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയൊക്കെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കണ്ടാൽ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരും കേട്ടോ. ഇത് കേക്ക് എന്നും പറഞ്ഞോണ്ടേ. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ സുച്ചേച്ചി ഇട്ട് തന്നെ എന്നാണെന്നറിയാം, ഒരു ഈശോയുടെ പാട്ട്. അപ്പം ഇതൊരു ടിപ്പും കൂടെ ആണെന്ന് നിങ്ങൾ കുടിക്കും കേട്ടോ. ഇന്ന് പിന്നെ എൻ്റെ വാട്സപ്പ് മെസ്സേജിലൂടെ സിന്ധമ്മയ്ക്ക് എങ്ങനെ സന്തോഷിച്ച് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചില്ലേ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു കുട്ട ടിപ്പ് കൂടെയാണ് ഇത് കുടിക്കുക കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ അത്രയും എനർജിയാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാനതിന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് ഇട്ട് തന്നാണ്. അത് ഞാൻ രണ്ടുപേരും പാടി കേൾപ്പിക്കട്ടെ. കരഞ്ഞു പ്രാർത്ഥിച്ച കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ച ഉണർവെനിക്കേടും. കേട്ടോ, രണ്ടുപേരേ ഉള്ളൂ. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കരുണയോടെ ഓടി നമ്മുടെ അടുത്ത് എത്തിയിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ അത് ഏത് രൂപമായിക്കോട്ടെ, ഈശോയുടെ പാട്ടായിരിക്കണമല്ലോ, യേശുവിൻ്റെ ആണല്ലോ, അങ്ങനെ ഒന്നുമില്ല. ഭഗവാനാണെങ്കിലും ദേവിയാണെങ്കിലും അല്ലാഹു ആണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ വന്നിരിക്കും. നമുക്ക് ആ ശക്തിയുടെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റിയിരിക്കും. ഞാൻ ദൈവം കളിക്കുകയോ മാതാവ് കളിക്കുകയോ എന്നൊക്കെ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല ഉണർവ്, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി, നമുക്ക് നല്ല ശക്തി, നമുക്ക് ചിരിക്കാനുള്ള നമ്മുടെ മുഖം അത്രയ്ക്ക് തുടുത്ത് രസിച്ച് സന്തോഷിച്ച് നമുക്ക് മറ്റുള്ളവരോട് ചിരിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഇങ്ങനെ ചിരിച്ചു വരാനുള്ള കാരണം കേട്ടോ. അപ്പം ഇതൊരു കുട്ടി ടിപ്പ് കൂടെ ആയിക്കോട്ടെ. നിങ്ങളൊക്കെ ഒന്ന് പരിശ്രമം നോക്കിക്കോ. നിങ്ങൾക്കൊക്കെ വിഷമമുള്ളപ്പോൾ ആരുടെ മുമ്പിലൊന്നും കരയണ്ട കേട്ടോ, ആരുടെ മുമ്പിലൊന്നും പോയി കരയണ്ട. കാരണം അവർ അയ്യോ കരയുവാണോ എൻ്റെ മോളെ, നിനക്ക് വിഷമമാണോ സങ്കടമാണോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് ചിലപ്പോൾ അപ്പുറത്തോട്ട് പറഞ്ഞു പറയാം അതൊക്കെ അത് ആവശ്യമായിരുന്നു പറയാം. അതുകൊണ്ട് മറ്റുള്ള ആരുടെ മുമ്പിൽ കരയണ്ട. തന്നെ കഥ അടച്ചു വെച്ചിട്ട് അവനവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇങ്ങനെ എന്നെ പോലെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്ക് വരാൻ പറ്റും കേട്ടോ. നമ്മളെ ദൈവം ഒന്നിനും താഴോട്ട് കളയാണ്ട് നമ്മളെ ദൈവം ഉയർത്തിക്കൊണ്ടിരും. ഓരോ ദിവസവും ദൈവം എൻ്റെ വഴി മുട്ടാതെ എല്ലാം എനിക്ക് ഭംഗിയായിട്ട് ചെയ്തു തരുന്നുള്ള എൻ്റെ തെളിവാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലും ആ ബെൽ ബട്ടൺ ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും